അന്ന് ഹനീഫ്ക്കയുടെ വേർപാടിൽ മമ്മൂക്ക കുട്ടിക്കാരാണ് ഞങ്ങൾ. ഹനീഫ്ക്കയുടെ യഥാർത്ഥ വീട് എവിടെയാണ് ശരിക്കും? ഹനീഫ് ഖാൻ്റെ കൊച്ചിയിലാണ്, നമ്മുടെ വീട് തലശ്ശേരിയിലാണ്. ഹനീഫ് ഖാൻ്റെ മരണാന്തരം ഞാൻ പെങ്ങളോട് തലശ്ശേരിയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. പക്ഷേ പെങ്ങൾ ഈ 16 വർഷവും താമസിച്ചത് ഇവിടെ തന്നെയായിരുന്നു. 3 പേര്, 2 മക്കളും പെങ്ങളും. അതുപോലെ തന്നെ ഈ ഒരു വീട് നിർമ്മിക്കുന്ന സമയത്തും ഇവിടെ തന്നെ വേണം, കൊച്ചിയിൽ തന്നെ വേണമെന്ന് പെങ്ങൾക്ക് നിർബന്ധമായിരുന്നു. ആഗ്രഹിച്ചതും അത് കഴിഞ്ഞ് എറണാകുളത്തൊരു സ്വന്തമായ ഒരു വീട് വെക്കാനും അതുപോലെ ഹനീഫാടെ വാപ്പച്ചിൻ്റെ പേര് അതിൽ ചേർക്കാനും എബി മൻസിൽ, കൊച്ചി ഹനീഫാസ് എബി മൻസിലാണ് നമ്മുടെ വീടിൻ്റെ പേര്. അതുപോലെ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം ആ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ച് അടച്ചതിൻ്റെ നിറവേറ്റാൻ എല്ലാം നടന്നു. ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. അതായത് അളിയനായ എൻ്റെതോ അല്ലെങ്കിൽ മറ്റാരുടെയോ പണം എന്തെങ്കിലും സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടോ? ഹനീഫ്ക്ക് ഒരു അഭിമാനിയാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ശരിക്കും 16 വർഷം കാത്തിരിക്കണം. ചെറിയ ലീഗൽ ഇഷ്യൂസൊക്കെ കാരണം 16 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ എല്ലാം കഴിഞ്ഞു. അവർ ഹനീഫ് ഖാൻ തന്നെ സമ്പാദ്യം കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതൊരു ഭയങ്കര സന്തോഷം നമുക്കൊക്കെ. ഇപ്പോൾ വാടക വീട്ടിൽ നിന്നൊക്കെ മാറി പുതിയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു 16 വർഷത്തെ കാര്യം പറഞ്ഞത് ഇപ്പം ഈ സമയത്ത് അത് ഓർക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഈ സമയം വരെ കാത്തു നിൽക്കേണ്ടതാണ്. അത് ക്ഷമിച്ച് എല്ലാം നല്ലതായി വരുമെന്ന് എപ്പോഴും മനസ്സിൽ വിചാരിച്ചു. നിങ്ങളിപ്പം പറയും, ഹനീഫ് പറയും, ഹനീഫ് ഖാൻ്റെ കല്യാണവും താമസിച്ചായിരുന്നു, മക്കളുണ്ടാവുന്നതും താമസിച്ചായിരുന്നു, ഈ വീടും താമസമല്ല, ഒന്ന് വൈകിട്ടാണ്. അങ്ങനെയാണ് ഹനീഫ് ഖാൻ്റെ സാധാരണ ഉണ്ടാവാറ്. ഇപ്പോൾ രാവിലെ മുതലേ ചർച്ചയാണ്, ആ കുടുംബക്കാർ വരുന്നതിൻ്റെ മുന്നേ ദിലീപേട്ടൻ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ സഹായം എന്ന് വെച്ചാൽ കുടുംബത്തോടുള്ള ഒരു സംഭവം എങ്ങനെയായിരുന്നു ദിലീപേട്ടൻ്റെ? ബ്രദറിനെ പോലെ കണ്ട് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ഇത്താക്കെന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളവരാണ് അദ്ദേഹം. ആ ഒരു ബന്ധം തന്നെയാണ് ഏറ്റവും വലുത്. മക്കളുടെ കാര്യങ്ങളൊന്ന് പറയാം, എന്താ പഠിക്കുന്നതെന്ന്? സഫ മർവ, സഫ CA പഠിക്കുന്നു, മർവ CS കമ്പനി സെക്രട്ടറി പഠിച്ചുകൊണ്ടിരിക്കുന്നു. സെക്കൻഡിലേക്ക് കയറി ഇനി 2 വർഷം. അവർ രണ്ടുപേരുടെ ഇഷ്ടത്തിനാണോ അത് കോഴ്സ് തിരഞ്ഞെടുത്ത്? ഹനീഫ് ഖാൻ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. ആണല്ലേ? മുന്നേ പറയുമായിരുന്നു മക്കളെ CA അല്ലെങ്കിൽ CS പഠിപ്പിക്കുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ മമ്മൂക്ക ഹനീഫ് ഖാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ വീടുകളുടെയൊക്കെ സമയത്ത് മമ്മൂക്ക വിളിച്ചിരുന്നു, നമുക്ക് ലാലേട്ടൻ വിളിച്ചിരുന്നു, എന്തേ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്? നമുക്ക് ഇത് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. തിരക്കിലെ പറഞ്ഞിട്ടുണ്ട് വീട് പണി കഴിഞ്ഞപ്പോൾ അറിയിച്ചിരുന്നോ? പിന്നെ സംസാരിച്ച് നമുക്ക് ഇവിടെ ഇല്ല, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഷുവറായിട്ട് ഞാൻ വരുന്നു. കാരണം ഞങ്ങളൊക്കെ ഞങ്ങൾ ഒരു കാലം ഓർക്കണം, അന്ന് ഹനീഫ്ക്കയുടെ വേർപാടിൽ മമ്മൂക്ക കുട്ടിക്കാരാണ് ഞങ്ങളൊക്കെ ഒന്ന് കണ്ടു. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോൾ. മമ്മൂക്കയുടെ അത്രയേറെ ഇവർ ഡീപ്പായിരുന്നു. അവർ ഒരു റൂമിൽ ഒരുമിച്ച് വർഷങ്ങളോളം താമസിച്ചിട്ടുണ്ട് മദ്രാസിൽ സിനിമ തേടി നടക്കുമ്പോഴൊക്കെ. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ മമ്മൂക്ക എത്രത്തോളം ഹനീഫ്ക്കയുടെ വേർപാടിന് ശേഷം കൂടെ ഉണ്ടായിരുന്നു. എല്ലാ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിടത്തോളം മണിയമ്പല രാജുവായിട്ട് മമ്മൂട്ടിയാണ് ഏറ്റവും കൂടുതൽ ഹനീഫ് ഖാനൊക്കെ. അവർ രണ്ടുപേരാണ് അന്ന് മരണ സമയത്ത് ഏറ്റവും കൂടുതൽ കരഞ്ഞത്. അപ്പോൾ ഇവർ പറയും ചെയ്തു, ചെന്നൈയിലൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത സമയത്ത് ആകെ ഒരു 10 രൂപ ചോദിച്ചപ്പോൾ ഹനീഫ് ഖാൻ എടുത്തത്. വൈകിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നീ പോയി കഴിച്ചോ, അപ്പം ഹനീഫ് ഖാൻ കഴിക്കില്ല, ഞാൻ കഴിക്കാൻ പറ്റിയ പൈസയാണ് എനിക്ക് എടുത്തതെന്ന് പറഞ്ഞു. അതൊക്കെ സത്യമാണ്. ആ സത്യം. കാരണം ഹനീഫ് ഖാൻ സുഹൃത്ത് എന്നും കാത്തു സൂക്ഷിച്ചതാണ്. കാരണം ഹനീഫ് ഖാൻ എന്നും പറയും, കാരണം നമുക്ക് പണത്തിൻ്റെ അല്ല, കാരണം നമ്മൾ ആ ഒരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് ഹനീഫ് ഖാൻ എന്നും അതെൻ്റെ പെങ്ങളും ചേർത്ത് പിടിച്ചെന്നാണ്. കുടുംബം അതൊരു അവിടെ എന്ത് ഇഷ്യൂസ് എന്തുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ആരാണ് എന്തെങ്കിലും പ്രശ്നമുള്ള അവരെയാണ് ആദ്യം മുന്നിട്ട് പോയി കാണുന്നത്. അവർക്ക് ഹനീഫ് ഖാൻ പഠിപ്പിച്ചൊരു പാഠമാണ്. അതന്നെ ശരിക്കും ഹനീഫ് ഖാൻ ബാക്കി വെച്ച സ്വപ്നങ്ങൾ ഇവർ ഓരോന്ന് നിറവേറ്റുകയാണ്. മക്കളായിട്ട് എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും ഇതിലേക്ക് കുറേ ട്രോഫികളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു താഴെ. അങ്ങനെയൊന്നും താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. വരക്കും അല്ലേ? മക്കളുടെ കല്യാണ കാര്യങ്ങളൊക്കെ അതെങ്ങനെയായിരിക്കും? അത് പഠിച്ച ജോലി ചെയ്യും.
പഠിച്ച് ജോലിയൊക്കെ ആയി നല്ലൊരു നിലയിലെത്തിയതിനു ശേഷം നിൽക്കാനായതിനു ശേഷം മാത്രമേ അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ. അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കും. എന്നുവെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം. അതൊരു ടൈം വരെ അവർക്കൊരു സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള പ്രാപ്തി ആയിക്കഴിഞ്ഞാൽ കല്യാണം. ഓക്കെ. അനീഫിക്കയുടെ ആഗ്രഹം പോലൊരു വീട് തന്നെയാണ്. 100% അനീഫിക്ക ആഗ്രഹിച്ച പോലെ എന്തെങ്കിലും വീട്ടിൽ ചെയ്തിട്ടുണ്ടോ? അതായത് റൂമ് അങ്ങനത്തെ അനീഫ എപ്പോഴും പറയുകയെന്ന് വെച്ചാൽ നല്ലൊരു വെളിച്ചം വീടിനുണ്ടാവണം. അത് ഭയങ്കര നിർബന്ധമായിരുന്നു. ഒരു വെളിച്ചം ഉണ്ടാവണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനീഫ് ഖാൻ്റെ ഫാദറിൻ്റെ പേര് എ ബി മുഹമ്മദാണ്. എ ബി മൻസിൽ ഉള്ളതാണ്. ഒക്കെ ഇവർ നിറവേറ്റുകയാണ് അവരുടെ സ്വപ്നങ്ങളും ഒരാഗ്രഹങ്ങളായിട്ടൊക്കെ അനീഫ് ഖാക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ബാക്കി വെച്ച സ്വപ്നങ്ങൾ ശരിക്കും 3 അംഗ സംഘം വളരെ എന്താ പറയുക ഒന്ന് പുറത്തറിയിക്കാതെ അവരുടേതായ ജീവിതത്തിൽ അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹനീഫ്ക്ക് ചില കോമഡികൾ കാണിക്കുമ്പോൾ അത് വേറെ ആർക്കും കാണിക്കാൻ പറ്റില്ലാത്തതിൻ്റെ കാരണം ഹനീഫ്ക്ക് അത് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, വൈഫിൻ്റെ മുമ്പിലേക്ക് ഇത് കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശമ്പളമാണ്, അവൾ എന്നെ പണിയായിട്ട് കളിയാക്കുമായിരുന്നു. അതൊക്കെ സത്യമാണോ? ഈ അനീഫൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഏതെങ്കിലും സിനിമ കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ റിലീസിംഗ് പടം കാണാൻ പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കലാപരമായിട്ട് എന്താ ചെയ്യുന്നത്? അനീഫൊക്കെ ഉള്ള സമയത്ത് തിയേറ്ററിൽ പോയി പടം കാണുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പുറത്ത് പോവുക? ഏതെങ്കിലും കണ്ട പടത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഒരുമിച്ച് പഞ്ചാബി നമ്മൾ കണ്ട പഴശ്ശിരാജ ലാസ്റ്റ് അനീഫ്ക്ക് മാത്രമായിട്ട് ഒരു ഷോ ചെയ്തായിരുന്നു. അത് ശരി. അനീഫ്ക്ക് വേണ്ടി മാത്രം മെഡ്രാസിൽ അന്ന് അനീഫ്ക തീരെ സുഖയിലായിരുന്നു. അനീഫ്ക്ക് വേണ്ടി മാത്രം ഒരു ഷോ ചെയ്തായിരുന്നു. ഇതൊക്കെ അനീഫ്ക ഇപ്പം എന്നോടായാലും ഇപ്പം തലശ്ശേരിൻ്റെ റിവ്യൂ, കണ്ണൂർ റിവ്യൂ ഇന്ന് ഈ വാട്സപ്പും ഇൻസ്റ്റയും ഒന്നും ഉണ്ടായ സമയമല്ല. അപ്പോൾ ആ സമയത്ത് എങ്ങനെയുണ്ട് തിയേറ്ററിൻ്റെ ഒരു പെർഫോമൻസ്, തിയേറ്ററിൽ എങ്ങനെയുണ്ടായിരുന്നു ജനങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു. പിന്നെ ഈ ഹനീഫ്ക്ക് കരുണാനിധിയുടെ റൂമിലേക്ക് വാതിൽ മുട്ടാതെ കയറി ചെല്ലാൻ അനുവാദമുള്ള ഏക മലയാളി ഹനീഫ്ക്ക് എന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഹനീഫ് പറഞ്ഞത്? കരുണാനിധിയായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ച് അത് സത്യം തന്നെയാണ്. അവർ തമ്മിൽ ഭയങ്കര ഇതായിരുന്നു അല്ലേ? പ്രൊഡ്യൂസ് ചെയ്ത 3 ഹനീഫ് ഡയറക്റ്റ് ചെയ്തത് തമിഴിൽ. MGRന് ശേഷം ഈ പറഞ്ഞതുപോലെ അനീഫ്ക്ക് മാത്രമാണ് വിത്തൗട്ട് പെർമിഷൻ ആ ഒരു വീട്ടിൽ കയറി ചെല്ലാനുള്ള